ഹായ്. ഇപ്പോൾ കുറേ പാരൻസിൻ്റെ കൺസേൺ കുട്ടികളിൽ കണ്ടുവരുന്ന മൂക്കടപ്പ്. അത് നമ്മുടെ മൂക്കിൻ്റെ ബാക്കിൽ തൊണ്ടയ്ക്ക് മുകളിലായിട്ട് ഒരു ഗ്രന്ഥിയുണ്ട്, അഡിനോയിഡ് എന്ന് പറയും ആ ഗ്രന്ഥിക്ക്. അതിന് വല്ല ഇൻഫെക്ഷനോ അലർജിയോ വരുമ്പോൾ ആ ഗ്രന്ഥി അബ്നോർമലായിട്ട് ഗ്രോ ചെയ്യും. അപ്പോൾ കുട്ടികളിൽ മൂക്കടപ്പ് കാണപ്പെടും. ഇത് 2 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കാണപ്പെടുന്നത്. ഇനി ഈ അഡിനോയിഡ് വലുതാവുമ്പോൾ അതിനെ പറയുന്നതാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി. ഇനി ഈ അഡിനോയിഡ് ഉള്ള കുട്ടികൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുക? മൂക്കടപ്പ്, മൂക്കിൽ കൂടെ സംസാരിക്കുക, വായ തുറന്ന് കിടക്കുക, ബ്രീത്ത് ചെയ്യാൻ പ്രോബ്ലം ഉണ്ടാവും. ഇനി വായ തുറന്ന് കിടക്കണ കാരണം വായയിൽ പൊട്ട മണം ഉണ്ടാവും, പല്ല് പൊന്തും, ഫേഷ്യൽ ഷേപ്പ് മാറും, അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ ചെവിയിൽ നിന്നും മൂക്കിലേക്ക് ഒരു ട്യൂബ് ഓപ്പൺ ആവുന്നുണ്ട്, അതിന് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. അതിൽ ഇൻഫെക്ഷൻ ആയാൽ നമ്മുടെ ചെവിക്ക് ഇൻഫെക്ഷൻ വരും. എന്നിട്ട് ചെവിയുടെ കേൾവിശക്തി വരെ കുറയാൻ സാധ്യതയുണ്ട്. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ എക്സ്റേ എടുത്തിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പിന്നെ നേസൽ എൻഡോസ്കോപ്പി വഴി നമുക്കിത് കാണാം, അത് എത്രത്തോളം ഗ്രോ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇനി ഇത് ഇൻഫെക്ഷൻ പോലെയുള്ള കാരണം കൊണ്ടാണ് ഇത് ഗ്രോ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഹോമിയോ മെഡിസിൻസ് ഉണ്ട്. ഹോമിയോ മെഡിസിൻസ് കൊടുത്താൽ ഇതിൻ്റെ ഗ്രോത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇനി അലർജിക്കായിട്ടാണ് നമുക്കിത് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യം ചെയ്താൽ നമുക്കിതിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് കുട്ടികൾക്ക് സർജറി ഇല്ലാണ്ട് ഇതിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഹോമിയോയിൽ നല്ല മെഡിസിൻസ് ഇതിന് അവൈലബിൾ ആണ്. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ് മീ, ഡോക്ടർ പ്രിയ, സൈനിങ് ഓഫ്.